റെഡി ആയിട്ട് അവൾക്കൊരു ഐഫോണും ഒരു ഫ്ലാറ്റും വാങ്ങണം. എന്നിട്ട് അവളുമായി സുഖമായി ജീവിക്കണം. ദൈവമേ, ഡ്രഗ്സ്, കഞ്ചാവ്, MDMA എന്നിവയ്ക്ക് അടിമയല്ലാത്തൊരു പെണ്ണിനെ കണ്ടെത്താൻ എനിക്ക് പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഹേയ്, ഞാനൊരു കുത്തുകേസിൽ അറസ്റ്റിലായി. ഞാൻ പോയാ നീ ഒറ്റക്കാവില്ലേ? അതുകൊണ്ട് ഞാൻ നിന്റെ പേരും പറഞ്ഞു. എല്ലാവരെയും ലുഡോ കളിക്കാൻ ക്ഷണിച്ചു. 5 പേരായപ്പോ എന്നെ പുറത്താക്കി. അമ്മയ്ക്ക് എന്നെ വേണ്ട. എന്റെ കുസൃതി കാരണം ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. പാമ്പേഴ്സ് ഇല്ലാതെ എനിക്ക് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. ഇതെപ്പോഴും ലീക്ക് ആവുന്നു. ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വരുന്നവരെല്ലാം പ്രസവിക്കുന്നു. എന്നാൽ ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന നേഴ്സ് എന്തുകൊണ്ടാ പ്രസവിക്കാത്ത? കൂട്ടുകാരെ, ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഇപ്പൊ എല്ലാ ജോലിയും എനിക്കാണ്. റാണി റീൽസ് കാണുന്നു. ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ്, അല്ലെങ്കിൽ അച്ഛനെ പോലെ, അല്ലെങ്കിൽ ബന്ധുക്കളെ പോലെ. വരുന്നവർക്ക് എന്താ പ്രശ്നം? എന്തൊരവസ്ഥയാണിത് ദൈവമേ. ഞാൻ അംബാനിയുടെ വീട്ടിൽ ജനിക്കേണ്ടിയിരുന്നു. നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ? ഈ വാക്ക് കാരണം എനിക്ക് പുറത്ത് നടക്കാൻ പറ്റില്ല. ദൈവമേ, ഞാനൊരു തെറ്റ് ചെയ്താൽ അതെന്റെ കൂട്ടുകാർ കാരണമാണ്. എന്റെ ശിക്ഷയുടെ പകുതി അവർക്ക് നൽകുക. എല്ലാവരും ഈ കാലത്ത് ബ്രേക്കപ്പ് ആവുന്നു. നമ്മൾ എന്തുകൊണ്ടാവുന്നില്ല? ഓ, നമുക്ക് രണ്ടാൾക്കും അറിയാം നമ്മൾ ഫൂൾ ആണെന്ന്. പിന്നെ എന്തിനാ ബ്രേക്കപ്പ് ആവുന്നത്? ഡോക്ടർ, എന്നെ ശരിയായി എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തിരികെ വെക്കുക. സന്ദർശകർ എന്റെ കവിളിൽ പിറിജൻസ്. എനിക്ക് കവിളുകൾ അവശേഷിക്കുന്നില്ല. എന്താണ് ആ കാസനോവ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുന്നത്? പാസ്വേഡ് വേഗം പറ. ഭാര്യയെ എപ്പോഴും തലവേദന, കാൽവേദന, കഴിക്കാനോ എന്നോട് വഴക്കു കൂടാനോ ഒരു വേദനയില്ല. ഈ സ്കൂൾ കണ്ടുപിടിച്ചവരെ ഞാൻ കണ്ടെത്തിയാൽ ഞാൻ അവരെ ചവിട്ടും. സ്കൂളിലോ വീട്ടിലോ സമാധാനമില്ല. ഞാൻ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. എന്നാൽ വിവാഹിതരായവരുടെ അവസ്ഥ കണ്ടപ്പോൾ അറിഞ്ഞുകൊണ്ട് എന്റെ തല ട്രെയിൻ അടിയിൽ വെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി കുറച്ച് എണീറ്റിരുന്ന് കരഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും ഉണർത്താം. അടുത്തൊരു സുന്ദരിയായ പെൺകുട്ടി ജനിച്ചെന്ന് കേട്ടു. വേഗം പോയി അവളുടെ ഇൻസ്റ്റാഗ്രാം ID വാങ്ങിക്കൂ. എന്റെ പാൽ കുടിച്ച എന്തച്ഛനെ കിണറിൽ ഇടാൻ എന്നെ സഹായിക്കുമോ? ഗൈസ്,